നമ്മൾ ചിലയിടത്തൊക്കെ പറയില്ലേ, അയ്യോ ഭയങ്കര ആളാ, ആദ്യത്തെ സെഷന് 50,000, രണ്ടാമത്തെ സെഷന് 25,000, പിന്നെ അങ്ങ് ഭയങ്കര ആളാ. നല്ല കാര്യം. പക്ഷെ മിക്കവരും ബോധിച്ച പോലെ നടക്കുന്നത്. ബോധിച്ച പോലെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉണ്ട്, താന്താങ്ങൾക്ക് ബോധിച്ച പോലെ. താന്താങ്ങൾക്ക് ബോധിച്ച പോലെ. ഈ ആരാധനക്കാരല്ല ഇങ്ങനെ മിക്കവരും. മാത്രമാണോ ആരാധന ശക്തമായിട്ട് നിൽക്കുമ്പോൾ മനോഭാവം എന്നാന്നറിയാമോ? 21 വാക്യം വായിച്ചേ, 4. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേര്. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേര്. കിന്നരവും വേണും പ്രയോഗിക്കുന്നവർക്ക് തലതൊട്ടപ്പനായിരുന്നു. അടുത്ത വാക്യം, സില്ലാ തൂബൽ കൈയിനെ പ്രസവിച്ചവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി. ഇപ്പറേ വേണവും കിന്നരം ഉണ്ട്, അപ്പറേ ആയുധം എല്ലാം ഉണ്ട് ആരാധനയ്ക്ക്. അങ്ങനല്ലേ? ഞാൻ പറയാറുണ്ട്, നമ്മുടെ സഭാകളിലൊക്കെ പരിശോധിച്ചാൽ ഇതുപോലെ ഓർഗണ്, തമ്പേറ്, മിക്ക സഭയിലും ഒരു വശം പൊട്ടിയ തമ്പേറാ. നമ്മുടെ ആലയത്ത് വന്ന് ഇനിയും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ചുമതലപ്പെട്ടവരോ പരിശോധിച്ചാൽ ഇതൊക്കെ കിട്ടുകയുള്ളു. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ ചെന്ന് പരിശോധിച്ചാൽ ഇത് മാത്രമാണോ കിട്ടുന്നേ? മിണ്ടുന്നില്ല നിങ്ങളാരും. എന്തൊക്കെയാ കിട്ടുന്നെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ചിലര് പറഞ്ഞു കേട്ടതിന്റെ വെളിച്ചത്തിൽ ഓർഗണും തമ്പേറും മാത്രമല്ല കിട്ടുന്നത്. അതല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്? എന്തൊക്കെയാ? ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി. അയ്യോ, ആരാധനയ്ക്ക് എന്തിനാ ആയുധം? ആരാധനയ്ക്ക് ആയുധം വേണ്ട. ആയുധമെടുത്തുള്ള ആരാധന ദൈവാരാധനയല്ല. മിണ്ടുന്നില്ല. പേടിച്ചിരിക്കുന്നതാണോ, ഇഷ്ടപ്പെടാതിരിക്കുന്നതാണോ, അത് എന്തുവാ രീതി എന്ന് പിടികിട്ടുന്നില്ല. ദൈവമക്കളോടൊരു കാര്യം പറയാം, ആരാധനയ്ക്ക് പോകുമ്പോൾ ആയുധം ഒന്നും വേണ്ട കേട്ടോ. ആരാധനയ്ക്ക് പോകുമ്പോൾ ഇത് മതി. പിന്നെ ഒക്കുന്നെങ്കിൽ ഒരു പാട്ട് പുസ്തകം കൂടി ഇരുന്നോട്ടെ. ഇതാ ആരാധനയ്ക്ക് ഇത് മതി. ആരാധനയ്ക്ക് ആയുധം ഒന്നും വേണ്ട. ആയുധമെടുത്തും ആയുധം കാട്ടിയും ആയുധം കറക്കിയുമുള്ള ആരാധന ദൈവാരാധനയല്ല. അതിനാ യേശു ഇങ്ങനെ പഠിപ്പിച്ച് ആയുധം എടുത്തപ്പോൾ ഉറയിലിടാൻ പറഞ്ഞു. ഉറയിലിട്. വാളെടുക്കുന്നവൻ വാളാലെ. ദൈവത്തിന് മഹത്വം. വാളിടും, താഴെ ഇടാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധം. അപ്പം മനുഷ്യന്റെ രീതിയാ. ആരാധനയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ. ഏനോശിന്റെ കാലത്ത് ആരാധന തുടങ്ങി എല്ലാവരും ആരാധിക്കുക. പക്ഷെ ആരാധിക്കുമ്പോൾ തന്നെ ഇരുമ്പിന്റെ ചെമ്പിന്റെ ആയുധമുണ്ട്, പോതിച്ച പോലെ നടക്കുന്നു, ആള് പെരുകുന്നു. ഇനി അടുത്ത എല്ലാ ഭാഗവും എടുക്കുന്നില്ല, അത് താഴോട്ട് വായിച്ചു. 1-2 കാര്യം പറയാം. തൂബാൽ കൈയിന്റെ പെങ്ങൾ നയമ ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു. ഈ ആരാധിക്കുന്ന കക്ഷികളെല്ലാം കൂടെ ലാമേക്ക് തന്റെ ഭാര്യമാരോട്, ആദായും സില്ലായും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ. പുള്ളിയുടെ വചനത്തിന് ചെവി കൊടുക്കണം. പുള്ളി എന്തോ വചനാ പറയുന്നത്? അടുത്ത വാക്യം, എന്റെ മുറിവിന് പകരം ഇതാ ഞാൻ പകരം ചെയ്യുമെന്ന്. അതാ വചനം. ഒന്നുകൂടെ പറവൊന്ന് വായിച്ചേ. എന്റെ മുറിവിന് പകരം. അയ്യോ, പകരം ചെയ്യുന്നത് ദൈവാരാധനയല്ല. മനസ്സിലാകുന്നുണ്ടോ? അത് ദൈവികമല്ല. എന്നോട് ചെയ്തതിന് പകരം ചെയ്യുമെന്ന് ദൈവമക്കൾ പറയരുത്. പകരം ചെയ്യുന്നതും പകരം പ്രവർത്തിക്കുന്നതും ദൈവികമല്ല. പക്ഷെ ഇന്ന് മുഴുവൻ കണ്ടുവരുന്ന എല്ലാം പകരം ചെയ്യുന്നതാ. ഞങ്ങളുടെ ആളിന്റെ വലത്തെ കൈ വെട്ടിയെങ്കിൽ അവന്റെ ഇടത്തെ കൈ, അതാണോ ആരാധന? ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തനെ തൊട്ടാൽ
കാണുന്നവനെ ഞങ്ങൾ തട്ടും. ഇതാണോ ആരാധന? മറ്റുള്ളവന്റെ പെടലി എടുക്കുന്നതല്ല ആരാധന. മറ്റുള്ളവനെ കൊല വിളിക്കുന്നതല്ല ആരാധന. പകരം ചെയ്യുന്നതും ആരാധനയല്ല. എന്നെ നിങ്ങൾക്കെല്ലാവരും പ്രയാസം ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ. പിന്നെ എന്നെ പകരം ചെയ്യണമെന്ന് പറയണോ? അതായിരുന്നു കുറച്ചുകൂടെ ഇളക്കം ഉണ്ടായാലും. എനിക്ക് ഒക്കത്തില്ല. കാരണം ഇതിനകത്തെ പ്രമാണം ശകാരത്തിന് പകരം ശകാരിക്കരുത്. 3:9 ഒന്ന് വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമല്ലേ? ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിര്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുതെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷെ ലാമേക്കിന്റെ ആരാധന പകരം ചെയ്യുമെന്ന്. ഇതെല്ലാം മനുഷ്യന്റെ സ്വഭാവ വൈകല്യങ്ങളാണ്. എൻ്റെ പ്രിയരെ, നിങ്ങളെ ആരെങ്കിലും പഠിച്ചാൽ ഒന്നും പറയരുത്, നിന്ദിച്ചാലും ഒന്നും പറയരുത്. പിന്നെ എൻ്റെ ഭാഷ പറയാം, സ്തോത്രം പറഞ്ഞോണം. മിക്കവാറും നമ്മുടെ പ്രമാണം എന്നാണെന്നറിയാമോ? ഈ കന്നത്തടിച്ചാൽ ഇപ്പുറത്തെ കന്നും കൂടെ കാണിച്ചു കൊടുക്കണം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം. 1 നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക നടക്കണം. ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പും കൂടെ കൊടുക്കണം. ശകാരത്തിന് പകരം ശകാരിക്കരുത്. ഒന്നുകൂടെ വാക്യം വായിച്ചേ സഹോദരി. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിട്ടിരിക്കണം. നമുക്ക് പ്രമാണം അതാ. 2 പേര് തമ്മിൽ കണ്ടു, സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ, ഇതേ പറയാവൂ. ഇത് പറഞ്ഞേച്ച് അവൻ പോയി കഴിയുമ്പോൾ പറയരുത് അവൻ ശരിയാകുകയല്ല, അങ്ങനെയും പറയരുത്. ചിലരങ്ങനെ കൈ കൊടുത്തു, സ്തോത്രം, എന്തുകൊണ്ട് വിശേഷം, സൗഖ്യമാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ അങ്ങോട്ട് പോയി നമ്മൾ ഇങ്ങോട്ട് വന്ന കൂടെ അവനെ ദൈവം അനുഗ്രഹിക്കുക, അവനെ കണ്ടോണം, അവനെ. ഇത് പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് അന്യോന്യം അനുഗ്രഹിക്കണം, പകരം ചെയ്യരുത്. ഇവിടെ ലാമേക്ക് ഭാര്യമാരോട് പറയാ, എന്റെ മുറിവിന് പകരം. ഒന്നുകൂടെ വായിച്ച വാക്യം, ഉൽപ്പത്തിയിൽ, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. എങ്ങനെയുണ്ട് ആരാധനക്കാര്? കൊല്ലുവെന്ന്. കൊല്ലുന്ന ആരാധനയല്ല. സത്യാരാധനയുടെ വിശേഷത മരിച്ചവൻ ഉയർക്കുന്നതാ. നമ്മുടെ ആരാധന തമ്മിൽ തല്ലുന്നതും തല കീറുന്നതും കൊല്ലുന്നതും കൊലവിളി നടത്തുന്ന ആരാധനയല്ല. നമ്മുടെ ആരാധന സത്യാരാധന, ദൈവാരാധന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആരാധനയാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഞാനങ്ങ് പറയും, ആ ഭാഗത്ത് തന്നെ നിന്ന് പറയും, നിങ്ങൾ ഇരുന്ന് കേൾക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ പോകാൻ നേരത്ത് പറയും, കുഴപ്പമില്ല, എന്നായിരുന്നു വായിച്ച ഭാഗത്തോട്ടൊന്നും പുള്ളി വന്നില്ലെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് ആ ഭാഗം പെട്ടെന്ന് വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. 4-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ എല്ലാവരും ആരാധിക്കുക. അക്കാലത്ത് ഏനോഷിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന എല്ലാവരും ആരാധിക്കുക. പക്ഷേ രക്ഷപ്പെട്ടത് എത്ര പേരാണെന്നറിയാമോ? 8 പേര്. ബാക്കി ആരാധിച്ച മുഴുവൻ എണ്ണവും വെള്ളം കുടിച്ച് ചാത്തു. പകരം ചെയ്യാൻ പോയവരും കൊല്ലാൻ പോയവരും കിന്നരവും വേണുമൊക്കെ നന്നായിട്ട് ഊതുകയും മീട്ടുകയും ചെയ്തവരും ഭയങ്കര ആൾക്കാരുടെ പെരുപ്പം പ്രഹസനമൊക്കെ കാണിച്ച് നടന്നവരും ടെൻ്റടിച്ചവരും മിടുക്കന്മാരും കഴിവുള്ള മുഴുവൻ എണ്ണവും വെള്ളം കുടിച്ച് ചത്തു. പക്ഷേ രക്ഷപ്പെട്ടത് 8 പേരാണ്. ആ 8 പേരുടെ വിശേഷത എന്നാണെന്നറിയാമോ? പറഞ്ഞ പ്രമാണത്തിൽ നിന്നു. ആ പ്രമാണം ഇതാ: 300 മുഴം നീളവും 50 മുഴം വീതി 30 മുഴം ഉയരവും ആയിട്ടൊരു പെട്ടകം ഉണ്ടാക്കണം. പ്രമാണം അതാ. കണക്കുണ്ട്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഒറ്റ വാതില്, 3 തട്ട്, പല കിളിവാതില്. ഇതിനകത്തോട്ട് കയറാൻ ഒറ്റ വാതിലേ ഉള്ളു പെട്ടകത്തിന്.
ഈ വാതിലിൽ കൂടെ വേണം അകത്ത് കയറാൻ. ആ പ്രമാണം അനുസരിച്ച് 8 പേരെ കയറിയുള്ളൂ മനുഷ്യജാതിയിൽ. ബാക്കി ആരാധിച്ചവരെല്ലാം എന്ത് ചെയ്യേ? എല്ലാം വെള്ളം കുടിച്ച് മരിച്ചു. കർത്താവ് ലോകാവസാനത്തോട് ബന്ധപ്പെട്ട് കർത്താവിനോട് ചെന്നപ്പോൾ കർത്താവും പറഞ്ഞത് ഒരു പദമുണ്ട്, നോഹയുടെ കാലം പോലാന്ന്. ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. സ്നാനത്തിന് മുൻകുറി സ്നാനപ്പെടണം. ഷണ്ണനോട് പീലിപ്പോസ് തിരുവചനം സുവിശേഷം അറിയിച്ചു. ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞു. അന്നേരം ആ ഷണ്ണൻ പറഞ്ഞ വെള്ളം ഉടനെ ചോദിച്ചു, നീ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു, എങ്കിലാകാം. മുക്കി. ഷണ്ണൻ സന്തോഷിച്ച് വീട്ടിലോട്ടും പോയി, തൻ്റെ വഴിക്ക് പോയി. പീലിപ്പോസിനെ ആത്മാവിൽ പൊക്കി അസ്തോതിലും കൊണ്ടുപോയി. അപ്പം ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. സ്നാനമോ ജഡത്തിൻ്റെ അടുക്ക കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ. അതാ സ്നാനം. അപ്പൊ ആദ്യത്തെ സ്നാനം ഈ 8 പേരാ. പിന്നത്തെ സ്നാനം ചെങ്കടൽ കിടന്നതാ. ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ പത്രോസിന്റെ പ്രസംഗത്തിൽ സഭയോട് ചേർന്നു. പിന്നെ തിരുവചനം പഠിച്ചേ വചനപ്രകാരം സുവിശേഷം ശരിക്ക് കേട്ടാൽ സ്നാനം നടക്കും. 1, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും, രക്ഷിക്കപ്പെടും. 2, സ്നാനം. 3, അഭിഷേകം പ്രാപിക്കും. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വന്ന് തിരുവചനം പറഞ്ഞു. ആ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നെന്ന 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേ. 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്ന. അപ്പൊ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു വചനം കേട്ടപ്പോൾ, സുവിശേഷം കേട്ടപ്പോൾ. അപ്പോൾ സുവിശേഷം കേട്ടാൽ ഇതൊക്കെ നടക്കണം. ഞാനധികം വിവരിക്കുന്നില്ല. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്നാ? ശരിക്ക് കേട്ടാൽ 1, മാനസാന്തരം ഉണ്ടാകും. 2, സ്നാനം നടക്കും. 3, എല്ലാവരും അഭിഷേകം പ്രാപിക്കും. ഇതാ ഇതിൻ്റെ ആദ്യത്തെ പ്രമാണം. അതാ ആ സുവിശേഷമായി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള സുവിശേഷ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ആദ്യത്തെ 4 സുവിശേഷ പുസ്തകമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിലെ ഒടുവിലത്തതായി യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തു ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. നിങ്ങൾ ആ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചാൽ മറ്റ് 3 സുവിശേഷകര്, അതിൽ വിശേഷിച്ച് 2 പേരും മത്തായി, മർക്കോസും. ആ മത്തായി, മർക്കോസും യോഹന്നാനും ഒക്കെ എടുത്താൽ, യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാണ്ട് ഒരു 3.5 വർഷത്തെ കാര്യമേ പറയുന്നുള്ളൂ യോഹന്നാന്റെ സുവിശേഷം. എന്ന് പറഞ്ഞാൽ മുതിർന്ന യേശുവിനെ പറ്റിയാ യോഹന്നാൻ തുടങ്ങുന്നത്. എന്നാൽ ലൂക്കോസും മത്തായിയൊക്കെ ശിശുവായ യേശുവിൽ തുടങ്ങുക. മത്തായി ശിശുവായ യേശുവിൽ തുടങ്ങുന്നു. ലൂക്കോസ് യേശു ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് തുടങ്ങുന്നത്, യോഹന്നാൻ സ്നാപകന്റെ ജനനം മുതൽ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്ന, പറയുന്ന പല കാര്യവും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഏതാ? യോഹന്നാന്റെ സുവിശേഷത്തിൽ. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൊടുത്തിട്ടില്ല. കന്യകാസൂനുവായി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു അത് യോഹന്നാൻ പറഞ്ഞിട്ടില്ല. 12-ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയ കാര്യം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ മറ്റുള്ളവരത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ശാസ്ത്രിമാരോടൊക്കെ തർക്കിച്ച കാര്യം യോഹന്നാൻ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയം അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന പല വിഷയവും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ യോഹന്നാൻ മറ്റ് 3 പേരും പറയാത്ത ധാരാളം കാര്യം പറഞ്ഞിട്ടുണ്ട്.
അതിലൊന്ന്, കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭം. രാത്രിയിൽ വന്ന നിക്കോദോമോസുമായിട്ട് കർത്താവ് സംസാരിച്ച വിഷയം, ശമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണ പരമ്പര, പിറവിയിലെ കുരുടനെ അവൻ സൗഖ്യമാക്കിയ വിഷയം, മാത്രമല്ല മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി ലാസറിനെ യേശു ഉയർപ്പിച്ചു. ഇതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം യോഹന്നാന്റെ പ്രത്യേകത, യേശുവിനെ വളരെ സ്നേഹിച്ച ശിഷ്യനാ. അപ്പൊ തന്നെ യേശുവും വളരെ സ്നേഹിച്ച ശിഷ്യനാ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം എടുത്താൽ യോഹന്നാൻ തൻ്റെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. തൻ്റെ പേര് വരേണ്ട സ്ഥാനത്തെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ശിഷ്യൻ, സ്നേഹിച്ച ശിഷ്യൻ, കൂടെ നിന്ന ശിഷ്യൻ, ദൃക്സാക്ഷിയായ ശിഷ്യൻ, അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മളന്ന് ഓരോ അധ്യായത്തിൽ നമ്മുടെ പേരും അഡ്രസ്സും വെച്ചേനെ. ഒത്തിരി പേരുണ്ട്, ഇന്നും അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. വിശ്വാസമെല്ലാം നന്നായിട്ട് പ്രസംഗിച്ച് ചടി കൊടുക്കും അക്കൗണ്ട് നമ്പർ. ഭയങ്കരമായിട്ട് വിശ്വാസം. ദൈവം അത്ഭുതം കണ്ട ദൈവമാണ്, യഹോവ ഇരേ, അതൊരു 6 പ്രാവശ്യം പറയും. യഹോവ ഇരേ, അതെല്ലാം പറഞ്ഞ് ഒടുവിൽ ഒരു അഡ്രസ്സും കൊടുക്കും. ഇപ്പം പിന്നെ അഡ്രസ്സ് മാത്രമല്ല, ഇല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എന്നാ അതിന് പറഞ്ഞ് ബാർകോഡ്. വിഷയം എന്നാ? വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? യോഹന്നാൻ തൻ്റെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. യേശുക്രിസ്തുവായ ഏകദൈവം. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. എല്ലാ ഭാഗവും ഞാൻ പറയുന്നില്ല. 1-ാം അധ്യായത്തിൽ കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുന്ന കാര്യം, യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തു ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ലെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെയാ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, വിലയേറിയ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, പുണ്യാക രക്തം, ആട്ടുകൊറ്റന്മാരുടെ കാടക്കിടാക്കിന്റെ രക്തവും മലിനപ്പെട്ടമ തിളയ്ക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കും. അതാ യോഹന്നാൻ തെളിയിക്കുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും അതുപോലെ തന്നെ ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും മഹത്വത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിലെ ഉപമകളാലൊക്കെ ഈ പുസ്തകത്തിൽ പല ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നെടലും പൊരുളും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിന് പകരം ഒരാട് അറക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീട് 1-ന് ഒരാട്ടുംകുട്ടിയെ യാഗമാക്കുന്നതായിട്ട് കണ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ 12 ഗോത്രങ്ങളുടെ പാപം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരാടിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കണം. ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി യാഗമാകുന്ന ഒരു കുഞ്ഞാട്, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി യാഗമാകുന്ന കുഞ്ഞാട്, ലേവ്യ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ യഹൂദന് വേണ്ടി മാത്രം യാഗമാക്കപ്പെടുന്ന ഒരാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ പ്രത്യേകത വ്യക്തിക്കും കുടുംബത്തിനും 10 ഗോത്രങ്ങൾക്ക് വേണ്ടി, 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടാ. അതാ യേശുക്രിസ്തു. ഞാനെപ്പോഴും പറയും, യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാ. നീ ഏത് കുലത്തിലോ മതത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, കറുത്തവനോ വെളുത്തവനോ പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ധനവാനോ കുചേലനോ കുബേരനോ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ വെളുത്തവനോ കറുത്തവനോ കാശുള്ളവനോ കാശില്ലാത്തവനോ നിറമുള്ളവനോ നിറമില്ലാത്തവനോ നിലവാരം കൂടിയവനോ നിലവാരം കുറഞ്ഞവനോ, ഇത് ഏത് വിഭാഗമാകട്ടെ, ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. എന്റെയും നിന്റെയും പാപം പരിഹരിക്കുവാനാ ദൈവ കുഞ്ഞാടാകുന്ന യേശു നമുക്ക് വേണ്ടി ജീവനെ തന്നത്. ഇന്ന് രാത്രി അതിന് 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുത്തേ.
എൻ്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവന്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്.